മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് ചോറിലേക്കും അതുപോലെ പത്തിരി, ചപ്പാത്തി അങ്ങനെ ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് 1.5 കപ്പോളം മുരിങ്ങയില കേട്ടോ വേണ്ടത്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ്. ആ വൈറ്റ് പോർഷൻ മാത്രം ചെരുവി എടുക്കുകയാണെങ്കിൽ കറി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 4 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്ത് ഈ ഒരു രൂപത്തിൽ ആക്കി മാറ്റി വെക്കാം. ഇനി കറി മൺചട്ടിയിലാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ മുകളിൽ കണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയിട്ടെടുക്കാം. അതൊന്ന് വഴന്ന് വരുന്നതോട് കൂടിയിട്ട് 4 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയിട്ടെടുക്കാം. പിന്നെ അതിലേക്ക് മുരിങ്ങയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. കുറച്ച് തിക്കായിട്ടോ നമ്മുടെ ഈ ഒരു കറി ഉണ്ടാവും. അല്ലാണ്ട് ലൂസാക്കി എടുക്കാൻ പാടില്ലേ. ഇനി കറി ജസ്റ്റ് ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കറി. വളരെ സിമ്പിളായിട്ട് ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസിനായിട്ട് നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ.